മെസ്സിയുടെ വരണം കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആരാധകരാണ് മെസ്സിക്കുള്ളത്. കാൽപന്ത് കളിയിലെ രാജാവാണ് മെസ്സി. പരാതികൾ ഞാൻ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ 2019 മുതൽ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചാണ് ഞാൻ പരാതികൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കളി നടക്കുന്നതിനെ കുറിച്ചല്ല പരാതികൾ കൊടുത്തിരിക്കുന്നത്. 1996 കലൂർ സ്റ്റേഡിയം നിർമ്മിച്ചത്. ഈ നിർമ്മിച്ചതിന് ശേഷം എനിക്ക് ലഭിച്ച വിവരാവകാശ രേഖകൾ പ്രകാരം കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് അവിടെ നടന്നിട്ടില്ല. നാളെ ഇതുവരെ ലഭിച്ച പരാതികളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശം ഞാൻ ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. അവരെനിക്ക് തന്ന മറുപടി എന്ന് പറയുന്നത് നാളെ ഇതുവരെ യാതൊരു വിധ പരാതികൾ ലഭിച്ചിട്ടില്ല എന്ന മറുപടി തന്നെ. തെറ്റായ വിവരാവകാശം നൽകിയാൽ അതിന്റെ കോൺസിക്വൻസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. 180 സെക്കൻഡുകൾ കൊണ്ട് 60,000 കാണികൾ പുറത്തു പോകുന്ന രീതിയിലാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം രൂപകൽപ്പന ചെയ്തത്. നമ്മുടെ സ്റ്റേഡിയത്തിൽ ഒരു 180 പേര് പോലും പുറത്തു കിടക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. ഇവിടെ എല്ലാം സ്മോക്ക് ഡിറ്റക്റ്റിംഗ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ മുറിച്ചു മാറ്റപ്പെട്ടു. ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. ദുരന്ത നിവാരണ സേനയുടെ തലവനാണ് ജില്ലാ കളക്ടർ. അദ്ദേഹത്തിൻ്റെ ലെറ്ററിന്, അദ്ദേഹത്തിൻ്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് GCDയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കളി നടക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്നു, ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മെസ്സി വരണം, ഇവിടെ കളി നടക്കണം, ഇവിടെ എല്ലാ തരത്തിലുള്ള ISL ആയിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചുകളായാലും ഇവിടെ നടക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാവണം. GCDയുടെ പ്രോപ്പർട്ടിയിൽ ഒരു അനുമതിയില്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് അവിടെ ഒരു മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുക? അതിൻ്റെ പുറകിൽ അഴിമതി തന്നെയാണ്, യാതൊരു തർക്കമില്ല. കലൂർ സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് 2019 മുതൽ പൊതുതാൽപര്യ ഹർജിയുമായി നടക്കുന്ന പൊതുപ്രവർത്തകനും സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ പോളി വടക്കനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സി വരുന്നതും വരാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവുകയാണ്. താങ്കൾക്ക് ശരിക്കും മെസ്സി വരണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും മെസ്സിയുടെ വരണം കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആരാധകരാണ് മെസ്സിക്കുള്ളത്. കാൽപന്ത് കളിയിലെ രാജാവാണ് മെസ്സി. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സി വരുന്നുണ്ടെങ്കിൽ മലബാർ ഏരിയയിലെ യുവാക്കൾ മൊത്തം കൊച്ചിയിലുണ്ടാവും. ഉറപ്പായിട്ടും മെസ്സി വരണം. അതുമാത്രമല്ല, ഒരുപാട് ബിസിനസ് മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഹോട്ടലുകളെല്ലാം ഫുള്ളായിരിക്കും, അക്കോമഡേഷനെല്ലാം ഫുള്ളായിരിക്കും. അതുമായുള്ള ബിസിനസ് ഒരുപാട് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡെവലപ്മെൻറ്റിനും മെസ്സി വരുന്നത് വളരെ നല്ലതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഇങ്ങനൊരു പരിപാടി നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു മത്സരം നടക്കുന്നതിൽ നിരവധി പരാതികൾ അങ്ങ് കൊടുത്തിട്ടുണ്ട്? എന്തുകൊണ്ടാണ് കലൂർ സ്റ്റേഡിയത്തിനെതിരെ അങ്ങ് ഇത്രയധികം പരാതികൾ കൊടുത്തിട്ടുള്ളത്? പരാതികൾ ഞാൻ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ 2019 മുതൽ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചാണ് ഞാൻ പരാതികൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കളി നടക്കുന്നതിനെ കുറിച്ചല്ല പരാതികൾ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 1996 കലൂർ സ്റ്റേഡിയം നിർമ്മിച്ചത്. ഈ നിർമ്മിച്ചതിന് ശേഷം എനിക്ക് ലഭിച്ച വിവരാവകാശ രേഖകൾ പ്രകാരം കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് അവിടെ നടന്നിട്ടില്ല. 2010 മേൽക്കൂര നിർമ്മിച്ചത്. 2019 മേൽക്കൂര ദ്രവിച്ചു തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട് സിയാനിലെ ഒരു എഞ്ചിനീയറാണ് ഇത് ദ്രവിച്ചു തുടങ്ങിയ മേൽക്കൂര ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം ഒരു കാറ്റിൽ ഒരു ഷീറ്റ് പറന്ന് ഗ്രൗണ്ടിൽ വീഴുകയും ചെയ്തിരുന്നു. സോ ആ ഒരു കളി നടക്കുന്ന സമയത്താണ് ഈ ഷീറ്റ് വീണതെങ്കിൽ എത്ര പേർക്ക് അപകടം സംഭവിക്കുമായിരുന്നു? അപ്പൊ ഇതൊക്കെ നോക്കാൻ അവിടെ ആളുകളില്ലേ? 17ഓളം എഞ്ചിനീയർമാർ, ഒരു ചീഫ് എഞ്ചിനീയർക്കും 17 എഞ്ചിനീയർമാർ ഇതിനു വേണ്ടി, ഇതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ജോലിയിൽ ഉള്ളപ്പോഴാണ് ഇത്തരം ദുരവസ്ഥ ഉണ്ടായിട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരു തേർഡ് പാർട്ടിയുടെ കണ്ണിലാണ് ഇത് പെട്ടത്. ഇത് അന്ന് മുതലാണ് ഞാൻ കൂടുതലും GCD, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഡയറക്ടർ, വിജിലൻസ് ഡയറക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെല്ലാം ഞാൻ പരാതി നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. ഇതിനെല്ലാം യാതൊരുവിധ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് തന്നെ പറയാം. അതിനുശേഷം ഞാൻ രണ്ടാമത് ഫയർഫോഴ്സ് ഡയറക്ടർക്ക് ഒരു റിമൈൻഡർ പരാതി അയച്ചു. അതിനേലും രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ തൊട്ടടുത്തിടയ്ക്ക് കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട് നാളെ ഇതുവരെ ലഭിച്ച പരാതികളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശം ഞാൻ ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. അവരെനിക്ക് തന്ന മറുപടി എന്ന് പറയുന്നത് നാളെ ഇതുവരെ യാതൊരു വിധ പരാതികൾ ലഭിച്ചിട്ടില്ല എന്ന മറുപടി തന്നെ. ഞാൻ ഈ പരാതിയുമായി എനിക്ക് തന്ന മറുപടിയുമായി ഞാൻ നേരെ അവിടെ ചെന്നത് എൻ്റെ കയ്യിൽ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന 3 പരാതി എൻ്റെ റെസിപ്റ്റുമാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫയലുകൾ അവിടെ ഇല്ല. മനസ്സിലായോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ ഫയർഫോഴ്സിൽ ഇല്ലാത്തതിൻ്റെ തെളിവാണ് അവർ എനിക്ക് നേരിട്ട് ഈ തന്നതിൻ്റെ. എനിക്ക് അപ്പീൽ പോവാം, പക്ഷെ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം
തെറ്റായ വിവരാവകാശം നൽകിയാൽ അതിന്റെ കോൺസിക്വൻസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. ഇതിനുശേഷം 2021-22 കാലഘട്ടത്തിൽ ഫയർഫോഴ്സ് ഡയറക്ടർക്ക് ഞാൻ പ്രധാന സുരക്ഷാ വീഴ്ചകൾ കാണിച്ചുകൊണ്ട് ഞാനൊരു കത്തെഴുതി. കാരണം ISL ഫുട്ബോൾ നടക്കുന്ന സമയമാണ്, ആരംഭിക്കുന്ന സമയമാണ്, ഒരുപാട് കാണികൾ കളി കാണാനായിട്ട് സ്റ്റേഡിയത്തിലെത്തും. അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 8 സുരക്ഷാ വീഴ്ചകൾ കാണിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ഡയറക്ടർ ഞാൻ കത്തെഴുതിയപ്പോൾ ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ നിന്ന് അവർ ഇതിൻ്റെ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന 8 സുരക്ഷാ വീഴ്ചകൾ കൂടാതെ പ്രധാനപ്പെട്ട 13 സുരക്ഷാ വീഴ്ചകൾ കാണിച്ചുകൊണ്ട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കും അതേപോലെ തന്നെ GCD ചെയർമാനും ഫയർഫോഴ്സ് കത്തെഴുതി. ഇത്രയും പ്രധാന സുരക്ഷാ വീഴ്ചകൾ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട എന്തൊക്കെ സുരക്ഷാ വീഴ്ചകളാണ് നിലവിൽ കലൂർ സ്റ്റേഡിയത്തിലുള്ളത്? ഞാൻ അന്ന് പ്രതിപാദിച്ചിരുന്ന പ്രധാന സുരക്ഷാ വീഴ്ചകൾ എന്ന് പറയുന്നത്, അവിടെ ഓഫീസുകളും കടമുറികളും എടുത്തിരിക്കുന്നവർ പലരും അവരെ മുൻഭാഗങ്ങൾ അവർ അടച്ചു കെട്ടിയിരിക്കുകയാണ്. ഇത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടുന്നവർ പുറത്തെത്തിക്കാനുള്ള സാധ്യത കുറവാണ്. സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് അവർ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം 180 സെക്കൻഡുകൾ കൊണ്ട് 60,000 കാണികൾ പുറത്തു പോകുന്ന രീതിയിലാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം രൂപകൽപ്പന ചെയ്ത്. അത് ഏത് സ്റ്റേഡിയം, ഇന്റർനാഷണൽ സ്റ്റേഡിയം എല്ലാം അങ്ങനെ തന്നെ രൂപകൽപ്പന ചെയ്യാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിൽ ഒരു 180 പേര് പോലും പുറത്ത് കിടക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലും ഓഫീസുകളും ഇതൊക്കെ എടുത്തിരിക്കുന്നവർ അവർ ചിലപ്പോൾ 2, 3 ഷട്ടറോ 4 ഷട്ടറൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷട്ടറുകൾ എടുക്കുമ്പോൾ അതിന് നടുവിലുണ്ടാകുന്ന ചുമരുകളെല്ലാം തന്നെ അവർ നീക്കം ചെയ്തു. ഈ ചുമരുകളും അതുപോലെ തന്നെ പില്ലറുകളും മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പം തന്നെ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് എനിക്കൊരു വിവരാവകാശ രേഖയിൽ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുരക്ഷാ വീഴ്ച ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ട് കാണികളെ 60,000 എന്നത് 30,000 നിജപ്പെടുത്തിയിട്ടുണ്ട്. അവർ അത് റെക്ടിഫൈ ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അല്ല, ഈ സുരക്ഷാ വീഴ്ച ഉണ്ട്, ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ 60,000 30,000 ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് കുറച്ചാലും അപകടം വരുമ്പോൾ അത് ഇമ്പാക്ട് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഇമ്പാക്ട് ഉണ്ടാവും. അതും കൂടാതെ തന്നെ ഇവിടെയെല്ലാം സ്മോക്ക് ഡിറ്റക്റ്റിംഗ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ മുറിച്ചു മാറ്റപ്പെട്ടു. ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. ഒരു അപകടം ഉണ്ടായാൽ, ഒരു തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണല്ലോ സ്മോക്ക് ഡിറ്റക്റ്റിംഗ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മുറിച്ചു മാറ്റും. കാരണം ഹോട്ടലുകളുടെ സ്മോക്ക് വരുന്ന കാരണം കൊണ്ട് ഇത് അവിടെ വെക്കാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇവരതെല്ലാം മുറിച്ചു മാറ്റി. ഈ കടമുറികളും ഈ സ്ഥാപനങ്ങളും എല്ലാം ലീഗലി തന്നെയാണോ പ്രവർത്തിക്കുന്നത്? ലീഗലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ GCD നൽകിയിരിക്കുന്നത്, അതായത് ഒരു ലൈസൻസ്, ഒരു ഹോട്ടലിന് ലൈസൻസ് എടുക്കണമെങ്കിൽ കെട്ടിട ഉടമ NOC നൽകണം. ഞാനിപ്പോൾ ഒരു പ്രകാരം ഞാൻ ഈ ഹോട്ടലുകൾ എത്ര പ്രവർത്തിക്കുന്നു അതിൻ്റെ മുഴുവൻ രേഖകളും ചോദിച്ചപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന മറുപടിയിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഹോട്ടൽ നടത്താൻ വേണ്ടിയിട്ടല്ല, കേക്ക് ഷോപ്പ്, ബേക്കറി നടത്താൻ വേണ്ടിയിട്ടാണ്, ജ്യൂസ് ഷോപ്പ്, ഇതുപോലുള്ള സാധനങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഹോട്ടലെന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ല. കാരണം സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നത് സ്ഫോടനത്തിന് സാധ്യതയുള്ള ഒരു ബോംബ് തന്നെയാണത്. പൊട്ടിത്തെറിക്ക് സാധ്യതകളാണ്. അപ്പോൾ ഒരു കാരണവശാലും സ്റ്റേഡിയങ്ങളിൽ സിലിണ്ടർ സൂക്ഷിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെനിക്കൊരു മറുപടി തന്നിട്ടുണ്ട്. സാധാരണയായി ISL പോലുള്ള ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് കടകൾ അടച്ചിടാറുണ്ട്, പക്ഷേ സിലിണ്ടറുകളെല്ലാം അവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നതെന്ന്. അത് എന്തുകൊണ്ടാണ് ഇത്ര പൊട്ടത്തരായിട്ടുള്ള ഒരു മറുപടി എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, അതാ പറയുന്നത്. ചില സമയത്ത് കള്ളം പറയാൻ പറ്റാത്തതുകൊണ്ട് സത്യസന്ധമായിട്ട് എഴുതി തന്നിരിക്കുകയാണ് എനിക്ക്, സിലിണ്ടറുകളെല്ലാം അവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നതെന്ന്. അപ്പോൾ അത് തന്നെ ഒരു പ്രധാന സുരക്ഷാ വീഴ്ചയാണ്. ഇതുപോലെയുള്ള 8 സുരക്ഷാ വീഴ്ചകൾ കാണിച്ചിട്ടാണ് ഞാൻ കത്തെഴുതിയപ്പോൾ ഇവർ പരിശോധന നടത്തി GCD സെക്രട്ടറിക്കും GCD സൂപ്രണ്ടൻറ്റ് എഞ്ചിനീയർക്കും അവർ ലെറ്റർ കൊടുത്തു. 13 പ്രധാന സുരക്ഷാ വീഴ്ചകൾ റെക്ടിഫൈ ചെയ്താൽ മാത്രമേ NOC നിലനിർത്തുള്ളൂ എന്ന്. അതിന് മറുപടി എനിക്ക് തോന്നുന്നു ISL മത്സരങ്ങൾ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ NOC ഇല്ലാതെ അവർക്ക് കളിക്കാൻ പറ്റത്തില്ല. സോ അവർ സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലാതെ അങ്ങനെ കൊടുക്കാനും ചാൻസ് കുറവാണ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഈ 13 കാര്യങ്ങളും റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ടുള്ള ഒരു കത്ത് ഫയർഫോഴ്സിന് കൊടുത്തു. അല്ല, ഇപ്പൊ ISL പോലത്തെ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇത് 30,000 എന്ന് പറയുന്ന ആ ലിമിറ്റ് അവര് കീപ്പ് ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ല, 30,000 കീപ്പ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇവർ റെക്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞ കത്ത് ഫയർഫോഴ്സിന് കൊടുത്തപ്പോൾ ഫയർഫോഴ്സ് നോർമലി എന്താണ് ചെയ്യേണ്ടത്? പരിശോധിച്ചിട്ട് മാത്രമേ കളിക്ക് അനുമതി കൊടുക്കാവൂ. അവർ പരിശോധിക്കാതെ തന്നെ അവിടെ കളികൾ നടക്കുന്നു. പരാതിക്കാരനായതുകൊണ്ടും ഞാനൊരു ഫുട്ബോളിന് ഒരുപാട് താല്പര്യമുള്ളതുകൊണ്ടും ഞാൻ അവിടെ കളി കാണാൻ പോയപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും റെക്ടിഫൈ ചെയ്തുകൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും തന്നെ റെക്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം റെക്ടിഫൈ ചെയ്യാണ്ട് അവിടെ കളി നടക്കുന്നുണ്ടല്ലോ എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇത് 3 മുതൽ 12 വരെയുള്ള കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാത്തതുകൊണ്ട്
NOC റദ്ദ് ചെയ്തതായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ട് പിന്നീട് അവിടെ നടന്ന മത്സരങ്ങളൊന്നും തന്നെ NOC ഇല്ലാതെയാണ്. ഇതിന്റെയൊക്കെ സുരക്ഷ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കേണ്ടത്, ഇതിനൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഇത് GCDയുടെ അണ്ടറിലാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം നിലവിലുള്ളത്. പക്ഷേ ഇതിന്റെ സുരക്ഷ പരിശോധിക്കേണ്ടത് ഏകദേശം 5-6 ഡിപ്പാർട്ട്മെന്റുകളാണ്. 1 GCD എഞ്ചിനീയറിംഗ് വിഭാഗം, 2 കോർപ്പറേഷൻ, 3 ഹെൽത്ത്, 4 PWD, 5 ഫയർഫോഴ്സ്, 6 ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവരൊക്കെ പരിശോധിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റേഡിയത്തിൽ ആളെ കയറ്റാൻ പാടുള്ളൂ. ഇതാരും പരിശോധിക്കാറില്ല. അതുകൊണ്ട് തന്നെ 2024 ജനുവരി മാസത്തിൽ ഞാൻ ഒരു പരാതി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിന് കളക്ടർ അവിടെ നിന്നുള്ള മെയിലും എനിക്ക് കിട്ടിയിരിക്കുന്നത് 2025 ഏകദേശം 6-7 മാച്ചുകൾ അവിടെ നടക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഈ സമയത്ത് കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ എൻ്റെ പരാതിയിൽ അതിൽ സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കത്തയച്ചതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കത്തയച്ചിട്ടുണ്ട്. അത് എല്ലാ വിഭാഗങ്ങൾക്കും 6 വിഭാഗങ്ങൾക്ക് നോട്ടീസ് അയച്ചു. പോലീസ് മേധാവി, അതേപോലെ തന്നെ ഫയർഫോഴ്സ് മേധാവി, അതേപോലെ തന്നെ ഹെൽത്ത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. അതിൽ GCDയോടും കോർപ്പറേഷനോടും വളരെ സ്പെസിഫൈ ചെയ്ത് അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന NOC പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് ആളെ കയറ്റാൻ പാടുള്ളൂ. കളി നടക്കുന്നതിൻ്റെ സമയത്ത് ഞാനവിടെ ചെന്നപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടർ, അതായത് ഇവിടെ ദുരന്ത നിവാരണ സേനയുടെ തലവനാണ് ജില്ലാ കളക്ടർ, അദ്ദേഹത്തിൻ്റെ ലെറ്ററിന്, അദ്ദേഹത്തിൻ്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് GCDയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കളി നടക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്നു, ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടില്ല. ഞാനതപ്പോൾ തന്നെ ചോദ്യം ചെയ്യും. തൊട്ടടുത്ത ദിവസം തന്നെ GCDയിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ മറുപടി വളരെ വിചിത്രമാണ്. കാരണം നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസിനെ കൂട്ടിയിട്ട് വന്ന് ഹോട്ടൽ അടപ്പിച്ചു. ഓക്കെ, കളക്ടർ ഓർഡർ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ആളെ കയറ്റാൻ പാടില്ല എന്നിട്ട്. ഹോട്ടൽ അടപ്പിച്ചു. അത് മാത്രമല്ല, ഈ സിലിണ്ടറുകളൊക്കെ ഞങ്ങൾ അവിടെ സൂക്ഷിക്കാറുള്ളത്. എന്നാലോചിക്കുക, ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്ന സാധ്യതയുള്ളതാണ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുക എന്നുള്ളത്. പറയാൻ പറ്റില്ല, മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ മെസ്സി വരണം, ഇവിടെ കളി നടക്കണം, ഇവിടെ എല്ലാ തരത്തിലുള്ള ISL ആയിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചുകളായാലും ഇവിടെ നടക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാവണം. നമുക്കറിയാം 2024 ഡിസംബർ 29 മൃദംഗാവിഷം നടത്തിയ പരിപാടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA വീണത് എല്ലാവരും വീഡിയോ കണ്ടതാണ്. അത് കലൂർ സ്റ്റേഡിയത്തിന് അങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നു? അനുവാദം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ടിലും അതുപോലെ തന്നെ ഫയർഫോഴ്സ് തന്നിരിക്കുന്ന റിപ്പോർട്ടിലും അവിടെ ആ സ്റ്റേജ് നിർമ്മിക്കാനായിട്ട്, അപകടം സംഭവിച്ച സ്റ്റേജ് നിർമ്മിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടായിട്ടില്ല. അനുമതി ആരും തന്നെ കൊടുത്തിട്ടില്ല. അല്ല, അപ്പൊ ഇത്രയും ആളുകൾ കാണുന്ന രീതിയിൽ അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അത് അതല്ലെങ്കിൽ അധികാരികൾ അറിയണതല്ലേ? അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടിട്ട് 7.5 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 7.5 കോടി രൂപയാണ്. അതായത് മൃദംഗാവിഷൻ എന്ന് പറയുന്നത് വയനാട് മേപ്പാടിയിലുള്ള ഒരു പോസ്റ്റ് ഓഫീസിന്റെ മുകളിൽ, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഒരു മേശ 2 ചെയർ മാത്രം ഇട്ട് വെച്ചിരിക്കുന്ന ഒരു മൃദംഗാവിഷൻ ബോർഡ് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പോലും അന്വേഷിക്കാതെയാണ് ഈ സംഭവങ്ങളോട് നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു കമ്പനികൾക്ക് ഇതുപോലെ ഒരു പരിപാടി നടത്താൻ കൊടുക്കുമ്പോൾ നിലവിൽ അവരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വെക്കണം. അതൊരു ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം. 7 പേരെങ്കിലും അതിൽ അംഗങ്ങളായിരിക്കണം. ഒരു ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം. അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കാവുന്ന, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് നഷ്ടമുണ്ടായാൽ അതിന് കൊടുക്കാവുന്ന ഒരു ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെയാണ്. അത് എന്തുകൊണ്ടാണ് GCD അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അത് ഞാൻ ഡയറക്റ്റ് പറയാണ്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു സ്വകാര്യ ചാനലാണ് അതിന്റെ മെയിൻ്റനൻസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ആദ്യത്തെ ഒരു പരിപാടി നടന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രണ്ടാമത് വീണ്ടും നൽകിയിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് സ്പോൺസർ എന്ന് പറയുന്ന അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് അത് കൊടുക്കാൻ പറ്റുക? അതായത് മിനിയാന്ന് ഞാൻ GCDയിൽ അന്വേഷിച്ചപ്പോൾ 26 വൈകിട്ട് ഞാൻ അന്വേഷിക്കുമ്പോൾ അതുവരെ ഈ സ്വകാര്യ ചാനലിനോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്കോ ഇവിടെ മെയിൻ്റെനൻസ് ചെയ്യാൻ യാതൊരു അനുമതിയും GCD നൽകിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും അവിടെ പണി നടക്കുന്നുണ്ട്. അവിടെ പണി നടക്കുന്നത് ഞാൻ ചാനലിൽ കണ്ടതാണ്. 2000 പണിക്കാർ അവിടെ ഡെയിലി വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അവിടെ നടക്കാൻ വരുന്ന ആളെ കൂട്ടിയാൽ പോലും ഈ 2000 പേരെ അവിടെ കാണില്ല. അപ്പം ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുണ്ടായി 1500 പേരാണെന്ന്. ഇനി ആൾ കുറയുമെന്ന് ചോദിച്ച് സിനിമയിലൊക്കെ കോമഡിയിൽ ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ടവരെ ഇനി ആൾ കുറയുമെന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു, അതായത് GCDയുടെ പ്രോപ്പർട്ടിയിൽ ഒരു അനുമതിയില്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് അവിടെ ഒരു
മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ പുറകിൽ അഴിമതി തന്നെയാണ്, യാതൊരു തർക്കമില്ല. അതിന് ഞാൻ അഴിമതി എന്ന് എടുത്തു പറയാൻ കാരണം GCDയുടെ ഒത്താശയാണെന്ന് എടുത്തു പറയാൻ കാരണം, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഫയർ ഇവാക്വേഷൻ റോഡാണ് VVIP റോഡ്. അതായത് കളിക്കാർക്കോ അല്ലെങ്കിൽ VVIPസിനോ അപകടം സംഭവിച്ചാൽ കൊണ്ടുപോകുന്ന റോഡാണ് VVIP റോഡ്. ആ റോഡിൻ്റെ പരിസരത്ത് കൺസ്ട്രക്ഷൻ പാടില്ലെന്നിരിക്കെ അവിടെ ഒരു കക്കൂസ് പണിത് വെച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപയാണ് ആ ഒരു കക്കൂസിക്ക്. 2 കക്കൂസ് സ്റ്റേഡിയത്തിൽ നിർമ്മിച്ചാൽ 1 കോടി രൂപ. 2 ലേഡീസ് ടോയ്ലറ്റും 2 ജെൻസ് ടോയ്ലറ്റും. 5 ലക്ഷം രൂപ പോലും മുടക്കുമില്ല. പോട്ടെ 10 ലക്ഷം രൂപ കൂട്ടിക്കും, അത്രയും പോലും മുടക്കുമല്ലോ വരാൻ സാധ്യത. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രൊജക്റ്റ് ഉണ്ടാക്കുകയും നമ്മുടെ കൺമുമ്പിലാണ് പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമ്മുടെ നികുതി പണമല്ലേ? അപ്പൊ ഇതിന്റെ മറവിൽ ഇത് തന്നെയാണെന്ന് എനിക്ക് നിസ്സംശയം പറയാം. കാരണം അതിന് മാത്രം വിവരാശ രേഖകൾ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. 2 കക്കൂസിക്ക് 1 കോടി രൂപ. നമുക്കറിയാം ആശാ വർക്കർമാർ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 100 രൂപയാണ് കൂട്ടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ട വീഡിയോകളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ആ ഒരു 100 രൂപ കൊടുക്കാനില്ലാത്തവരാണ് ഇവിടെ ഓരോ പ്രോജക്റ്റിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ. മറൈൻ ഡ്രൈവിലും സ്റ്റേഡിയത്തിലുമായിട്ട് 4 കക്കൂസ് പണിതിന് 2 കോടി രൂപയാണ് അടിച്ചു മാറ്റിക്കുന്നത്. അപ്പോൾ എത്ര രൂപ അവരുടെ സ്വന്തം പോക്കറ്റിൽ പോയിട്ടുണ്ടെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് GCD ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ശരിക്കും ഒരു എഗ്രിമെന്റും ഇല്ലാതെ ഒരാൾ വന്നിട്ട് സ്റ്റേഡിയം മൊത്തം ഇളക്കി പറിച്ചിടുക, മെയിൻ്റനൻസ് ചെയ്യുന്ന പറയുക, അവിടെ മെസ്സിനെ കൊണ്ടുവരുന്ന പറയുക. മെസ്സിനെ കൊണ്ടുവരണം, പക്ഷെ അതിൻ്റെ സ്റ്റെബിലിറ്റി പൂർവ്വസ്ഥിതിയിലാക്കാതെ ഒരു കാരണവശാലും അതിനകത്തോട്ട് പറഞ്ഞിരിക്കുന്ന നിജപ്പെടുത്തിയിരിക്കുന്ന കാണികളെക്കാൾ കൂടുതൽ കയറ്റിക്കഴിഞ്ഞാൽ, നമുക്കറിയാം തമിഴ്നാട്ടിലിപ്പോൾ വിജയുടെ പാർട്ടി സമ്മേളനത്തിന്, കരൂര് നടന്ന പാർട്ടി സമ്മേളനത്തിന് തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേര് മരണപ്പെട്ടു. അതിനേലും വലിയൊരു ദുരന്തം കേരളത്തിൽ കൊച്ചിയിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഈ സ്പോൺസർ ഇപ്പൊ നിലവിൽ അവിടെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വർക്ക് തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വർക്ക് തുടങ്ങാൻ അനുമതിയില്ലല്ലോ. വർക്ക് തുടങ്ങാൻ പറ്റില്ല. അത് മാത്രമല്ല, ആരുടെ അനുമതിയോട് കൂടിയിട്ടാണ് അവിടെ മരങ്ങളൊക്കെ മുറിച്ചതെന്നുള്ളത് അറിയില്ല. അങ്ങനെ ശിഖരങ്ങൾ മുറിച്ചാലും എന്ത് മുറിക്കണം എന്നുണ്ടെങ്കിലും അതിനൊരു അനുമതി വേണോ? അവിടെയുള്ള പ്രോപ്പർട്ടി ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നു പറയുന്നു. ഇപ്പൊ സിമ്പിൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം വൈറ്റ്ലയിൽ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു മരം മുറിക്കാനായിട്ട് അവിടെ ചെന്നിരിക്കുക. മരം മുറിക്കാൻ ചെന്ന് കഴിഞ്ഞ് PWD ചെന്നിരിക്കുകയാണ് മരം മുറിക്കാൻ, യാതൊരു അനുമതിയില്ലാതെ. ഇപ്പോൾ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മേയറും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സമിതി ഉണ്ടാക്കി അപകടത്തിലായ മരങ്ങൾ മുറിക്കാനായിട്ട് അനുമതി കൊടുത്തു. പക്ഷെ 6 മരത്തിന് കൊടുത്തിരിക്കുന്നതിന് 60 മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നതിൻ്റെ മറവിൽ. ഇതും അതുപോലെ തന്നെയല്ലേ? ഇതിൻ്റെ പേരിൽ കംപ്ലീറ്റ് മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചൈനയിൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് കാണാൻ സാധിച്ചു, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ഒരു വീട് പണിയണമെങ്കിൽ അവിടെ ഒരു മരം വെക്കണം, അല്ലെങ്കിൽ വീട് പണിയാൻ പറ്റില്ല. മനസ്സിലായി? അത്ര ഇമ്പോർട്ടൻ്റ് അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് മധുര സൈഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, റോഡിൻ്റെ 2 സൈഡിലും പുളിമരം വെച്ച് പിടിപ്പിച്ചാണ്, നല്ല പഴക്കമുള്ളതാണ്. റോഡിൻ്റെ വികസനം വന്ന ഈ മരങ്ങൾ പറിച്ച് അപ്പുറത്ത് കൊണ്ടേ കുഴിച്ചിടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് അത് മുറിച്ചു മാറ്റല്ലേ ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലെ ഒരു വികസനം എന്ന് പറയുമ്പോഴേക്കും ആദ്യം തന്നെ ചെയ്യുന്ന പരിപാടി ഇവിടുത്തെ മരങ്ങൾ കംപ്ലീറ്റ് മരങ്ങൾ മുറിച്ച് മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന പ്രധാന പരിപാടി. പ്രകൃതി ഇപ്പോൾ നമുക്കറിയാം ഏത് സീസണിലാണ് മഴ വരുന്നത്, ഏത് സീസണിലാണ് വെയിൽ വരുന്നത്, മഞ്ഞ് വരുന്നത്. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം തന്നെ ഈ മരങ്ങൾ മുറിച്ച് മാറ്റപ്പെട്ടതുകൊണ്ടാണ്. ശരിയല്ലേ? അപ്പം എൻ്റെ പ്രയർ, നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഏത് പാദയാത്രയ്ക്ക് പോയാലും ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന നല്ലൊരു ഹബ്ബാണ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഇത്രയധികം വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്റ്റേഡിയം. അപ്പോൾ അതൊരു ഫുഡ് ഹബ്ബായിട്ട് തന്നെ നിലനിർത്തുക. സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട കലൂർ സ്റ്റേഡിയം സ്റ്റെബിലിറ്റി പുനഃസ്ഥാപിക്കാതെ ഒരു കാരണവശാലും അവിടെ കളി നടത്തരുത്. അതൊരു ഫുഡ് ഹബ്ബായിട്ട് തന്നെ നിലനിർത്തുന്നത് തന്നെയാണ് എൻ്റെ പ്രയർ. അപ്പോൾ ഹൈബിയിടാൻ ചോദിച്ച കുറേയധികം ചോദ്യങ്ങളുണ്ടല്ലോ, അത് വളരെ പ്രസക്തമാകുന്നതല്ലേ? തീർച്ചയായിട്ടും. കാരണം അവിടെ എന്ത് ചെയ്യുന്നു എന്നറിയാണ്ട് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനെ പോലും അകത്ത് കയറാൻ സമ്മതിച്ചില്ല ഇന്നലെ വരെ. അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഈ പറഞ്ഞ സുരക്ഷാ വീഴ്ചകൾ ഒന്നും തന്നെ അവർ റെക്ടിഫൈ ചെയ്യുന്നില്ല. കുറച്ച് ചെയർ മാറ്റിയതുകൊണ്ടോ പെയിന്റ് അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാർക്കിംഗ് സ്ഥലം നന്നാക്കിയതുകൊണ്ടോ ഇതിന്റെ നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഫയർഫോഴ്സും അതേപോലെ തന്നെ PWD ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ എഞ്ചിനീയർ വിഭാഗവും പറഞ്ഞിരിക്കുന്ന സ്റ്റെബിലിറ്റി പുനഃസ്ഥാപിക്കാതെ ഒരു കാരണവശാലും അവിടെ ആളെ കയറ്റിയാൽ ഇവിടെ നടക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തമാണ്. അങ്ങനെ ഒരു ദുരന്തം ഇവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സുരക്ഷാ വീഴ്ചകൾ കാണിച്ചുകൊണ്ട് ഞാൻ പരാതിയായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സ്പോൺസറുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അവിടെ ഒരു ഇതുപോലെയുള്ള പണികൾ നടക്കണമെന്നുണ്ടെങ്കിൽ അപ്പം കൃത്യമായ ഒരു എന്തെങ്കിലുമൊക്കെ, അതായത് ടെൻഡർ വിളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. സാധാരണ ഒരു സർക്കാരിന്റെ മെയിൻ്റനൻസ് ആയാലും ശരി, എന്ത് വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ദർഗാസ് പരസ്യം നൽകി അതിന് ഓരോ വ്യക്തികളുടെ അടുത്തുനിന്നും ടെൻഡർ സ്വീകരിച്ച് അതിലേറ്റവും ബെസ്റ്റ് കമ്പനിയും ഏറ്റവും റേറ്റ് കുറവുള്ളതായിട്ടുള്ള കമ്പനിക്കാണ് സർക്കാർ സാധാരണ
കൊടുക്കാറ്. ആ കമ്പനിക്ക് ഇത് പണിയണമെങ്കിൽ സർക്കാർ ലൈസൻസ് വേണം. ഇതൊന്നുമില്ലാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് വാക്കാലുള്ള അഗ്രിമെന്റിന്മേൽ അയാൾ ഞാൻ 70 കോടി മുടക്കുന്നു, ഞാൻ 70 കോടി മുടക്കുന്നു. എവിടെ നിന്ന് 70 കോടി മുടക്കുന്നു? അല്ല അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ സ്റ്റേഡിയം പണിയെങ്കിൽ 100 കോടിയോ 120 കോടിയോ മതി. സർക്കാർ സ്ഥലം കൊടുത്താൽ അതിന് ഒരുപാട് ആൾക്കാർ, സ്പോർട്സ് ഡെവലപ്മെന്റ് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഈ 70 കോടി എന്തിന് ചിലവാക്കുന്നു എന്ന് പോലും, ഞാൻ 70 കോടി മുടക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പരാതികൾ ഒന്നും തന്നെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കടകൾ അടയ്ക്കാൻ 25-ാം തീയതി പോലെ കടകൾ അടയ്ക്കാൻ എന്ന് പറഞ്ഞു. ഈ കളി നടക്കുന്ന ഈ ഷോർട്ട് പീരീഡിൽ ഒരിക്കലും ഈ നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. എല്ലാവർക്കും നല്ല പ്രഷറുണ്ട്. അത് എന്തുകൊണ്ടാണ് പ്രഷർ വരുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും. ഈ ഒരു 4 കക്കൂസം പണിത് 2 കോടി രൂപ അടിച്ചു മാറ്റുന്ന ആൾക്കാർക്ക് പ്രൊജക്റ്റിൽ ഓറലായിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കുന്നില്ല? അപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട്, അതായത് JCDA ഇരിക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബെനിഫിറ്റും ഇല്ലാതെ എങ്ങനെയുള്ള ഒരു അനുമതി കൊടുക്കും? അല്ല, GCDA എന്ന് പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് സർക്കാരിലേക്ക് തന്നെയല്ലേ? സർക്കാരിന്റെ പല വകുപ്പുകൾക്കും ഇതിൽ അനാസ്ഥയുണ്ടല്ലോ. തീർച്ചയായിട്ടും പല വകുപ്പുകളും, 6 വകുപ്പുകൾക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് GCDA സെക്രട്ടറിയും GCDA ചെയർമാനുമാണ്. അവരാണ് GCDAയുടെ ഉടമസ്ഥതയിലുള്ള കലൂർ സ്റ്റേഡിയത്തിന്റെ എന്ത് വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം GCDA ചെയർമാനും അവിടുത്തെ സെക്രട്ടറിക്കും അതുപോലെയുള്ള ഉദ്യോഗസ്ഥർക്കുമാണ്. അപ്പൊ ഇത്രയും, അതായത് ഇപ്പൊ ഈ ഉമാ തോമസ് MLAയുടെ പ്രശ്നങ്ങൾ അടക്കം നിൽക്കെ അതിന്റെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഉമാ തോമസ് അത് പറഞ്ഞു വരികയാണ്. അത് ഞാൻ പറയാം. ഉമാ തോമസിന് ഒരു അപകടം സംഭവിച്ചിട്ട് ഇതുവരെ ആരും ഉത്തരവാദിത്തപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ റീഇംബേഴ്സ്മെന്റ്, അതിന് ചിലവായ തുക പോലും അവർക്ക് കിട്ടിക്കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മേഡമായിട്ടൊരു മീറ്റിംഗിൽ ഇതുവരെ അതിന്റെ റീഇംബേഴ്സ്മെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഒരു MLA ആയിട്ടും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സാധാരണക്കാരന് എവിടെ നിന്ന് കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഒരു MLAക്ക് പോലും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ MLA വീണിട്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാനായിട്ട് ഏകദേശം 9 മിനിറ്റ് 10 മിനിറ്റ് എടുത്തു. അതാണ് ആ അപകടം കുറച്ചും കൂടെ ഗുരുതരമാക്കാൻ കാരണമായത്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, 10 മിനിറ്റ് മുമ്പ് വേറൊരാൾ കുഴഞ്ഞു വീണിരുന്നു അവിടെ. അയാളെ ഇതേപോലെ തന്നെ പുറത്തെത്തിക്കാനായിട്ട് സമയമെടുത്തു. അത് എന്തുകൊണ്ടാണ് ഇത്ര സമയമെടുക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 180 സെക്കൻഡുകൾ കൊണ്ട് 60,000 കാണികളെ പുറത്ത് കിടക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത സ്റ്റേഡിയം, ആ സ്റ്റേഡിയമാണോ ഇന്നത്തെ സ്റ്റേഡിയം എന്ന് പരിശോധിക്കണം. 2017 FIFA വേൾഡ് കപ്പ് വന്നപ്പോൾ എല്ലാം മൊത്തം മെയിൻ്റെനൻസ് ചെയ്തിരുന്നു. അത് നിലനിർത്താൻ ഇവർക്ക് സാധിച്ചില്ല. എല്ലാവരും ഓറലായിട്ട് പറയും മെയിൻ്റെനൻസ് ചെയ്തു. അങ്ങനെ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഡിറ്റ് വിഭാഗത്തിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുണ്ട് ഇത്ര രൂപ ചിലവാക്കിയെന്ന്. അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇവിടെ പൈസ ചിലവാക്കിയതായിട്ട് കാണുന്നില്ലല്ലോ. എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഞാൻ ചിലവാക്കില്ല, അവിടെയുള്ള ഒറ്റ ഒരുത്തനും ചിലവാക്കില്ല. പിന്നെ എങ്ങനെ ഒരു മെയിൻ്റെനൻസ് ചെയ്തു എന്ന് പറയാൻ പറ്റും? സർക്കാർ രേഖകളല്ലേ, ഓരോ കത്തിന് നമ്പറുണ്ട്, ഓരോ രേഖകളുണ്ട്. എങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഒരു കളി നടക്കുകയാണെങ്കിൽ അവിടെ കാണികളായിട്ട് വരുന്നവർക്കോ കളിക്കാർക്കോ ഒഫീഷ്യൽസിനോ ഒരു അപകടം സംഭവിക്കാൻ പാടില്ല. അതാണ് എൻ്റെ പ്രയർ. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇനി എന്തൊക്കെ? തീർച്ചയായിട്ടും. കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കാരണം കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് പറയില്ല ഒരിക്കലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പൊതു താല്പര്യ ഹർജികൾ ഞാൻ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. കോടതിനെ അത്രമാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇവിടെ ഒരു ഉദ്യോഗസ്ഥരെ എനിക്ക് വിശ്വാസമില്ല. കാരണം ഒരുപാട് പരാതികൾ കൊടുത്തിട്ട് അതിനെതിരെ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർ ഇനിയും അങ്ങനെ തന്നെ പോവുള്ളൂ എന്നറിയാം. കാരണം നമ്മൾക്ക് പരാതി കൊടുക്കാൻ ഇതിന് പുറകെ പോലെ നമുക്ക് അധികാരമുണ്ട്. കാരണം നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്ന ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും അവർ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് കോടതിയെ സമീപിക്കാതെ വേറെ വഴിയില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് കോടതിയിൽ കേസുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ കേസുകളാണ് ഇത്? കലൂർ സ്റ്റേഡിയത്തിൻ്റെത് മാത്രമല്ലാത്ത ഏതൊക്കെ കേസുകളാണ് കൊടുത്തിട്ടുള്ളത്? കലൂർ സ്റ്റേഡിയത്തിൻ്റെ അല്ലാത്ത ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തിട്ട് നമുക്കറിയാം. പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ടിട്ട്, മാളുകളിൽ പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് 22ഓളം പേര് ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. അത് മറ്റൊന്നല്ല, അത് ഓൺലൈൻ റമ്മികളിയായിരുന്നു. അത് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ അത് നിരോധിക്കുകയും അതിനുശേഷം ഇതൊരു അമൈൻമെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ അമൈൻമെൻറ്റിൽ ഒരുപാട് ലൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഇത് തുടങ്ങാനുള്ള പ്രചോദനമായി ആ ലൂപ്പുകൾ വെച്ചിട്ട് അതിനുശേഷം നിരന്തരമായിട്ട് ഈ റമ്മികളി എന്ന് പറയുമ്പോൾ കോഹ്ലിയാണ്, വിരാട് കോഹ്ലി, തമന ഭാട്ടിയ, അജു വർഗീസ്. അതായത് അന്ന് 4 പേരാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയില്ല. മലയാളത്തിലൊരു പ്രമുഖ നടിയായിരുന്നു, ശൃന്ദയായിരുന്നു. ശൃന്ദയുടെ അഡ്രസ്സ് കിട്ടാത്തതുകൊണ്ടാണ് കോടതി അക്സെപ്റ്റ് ചെയ്തിരുന്നത്. അജു വർഗീസ്
അതേപോലെ തന്നെ വിരാട് കോഹ്ലി, തമന പാട്ടി, ഇവർ മൂന്നുപേരും ആയിരുന്നു അന്ന് ഓൺലൈൻ റമ്മിയിലേക്ക് പരസ്യം നൽകിയിരുന്നത്. ഇനി ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് നിയമം അത് അംഗീകരിച്ചു. ഇനി അവർ പരസ്യം നൽകുകയോ അതുപോലെ തന്നെ ആഡിൽ അഭിനയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം മുതൽ 5 വർഷം വരെ കഠിന തടവും 7 ലക്ഷം രൂപ വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 22 പേര് ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ഞാൻ അന്ന് ഫയൽ ചെയ്ത്. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് ആത്മഹത്യകൾ കേരളത്തിൽ നടന്നു. ഏത് ദിവസം പത്രം എടുത്ത് നോക്കിയാലും അതിൻ്റെ പുറകിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ഓൺലൈൻ ഗെയിമിംഗ്. ഒരു പരിധി കൂടുതൽ ശരിക്കും മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് ഇപ്പോൾ എല്ലാവരും തന്നെ. വലിയ ദുരന്തത്തിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും പ്രതികരിക്കുക, സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ പ്രതികരിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ മാത്രമാണ്. നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെന്തൊക്കെ കേസുകളാണ് ഇപ്പോൾ കോടതിയിൽ മറ്റേ റോഡിലെ കുഴികളുമായിട്ട് അതെ, റോഡിലെ കുഴികളുമായിട്ട് ബന്ധപ്പെട്ട് 2019 പാലാരിവട്ടം റിനൈസൻസ് ഹോട്ടലിന് സമീപത്ത് വെച്ച് റോഡ് കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി. ഈ റോഡ് കുഴിക്കുന്ന സമയത്ത് ഞാൻ അതിലെ പാസ് ചെയ്ത് പോവുകയും ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കിത് പെർമിഷൻ ഉണ്ടോ കുഴിക്കുന്നതിന് വേണ്ടിയിട്ട്? താനാരെന്ന് ചെയ്യാൻ പറഞ്ഞു, ഞാൻ നികുതി കൊടുക്കുന്ന ഒരു പൗരനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ബലം മേടിച്ചു വന്നു, അവർ കോൺട്രാക്ടർ ഇപ്പോൾ വരും, അവരുടെ കയ്യിലുണ്ട് സാങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ 100 വിളിച്ചു. റോമിയോ പോകുന്ന 2 പോലീസുകാർ ബൈക്കിൽ വന്നു. അവരൊന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ കുഴിച്ചോട്ടെ, പക്ഷേ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം കുഴിക്കാനായിട്ട്. യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡുകളോ അതുപോലെ തന്നെ ഒരു കുഴിക്കണമെങ്കിൽ മിനിമം ഒരു 5 കാര്യങ്ങൾ, ഒരു റോഡ് കുഴിക്കണമെങ്കിൽ മിനിമം 5 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള പാലിക്കേണ്ട ഒരു കാര്യങ്ങളും പാലിക്കാതെയാണ് അവർ കുഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവർ പെർമിഷനെ കുഴിച്ചോട്ടോ, അല്ലെങ്കിൽ PDPP ആക്ട് പ്രകാരം കേസ് എടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. കാരണം പൊതുമൂലം ഒന്ന് നശിപ്പിച്ചാണ്. അപ്പോൾ അവർ നേരെ സീനെ വിളിച്ച് വരുത്തി. സി വന്നു കഴിഞ്ഞപ്പോഴേക്കും കോൺട്രാക്ട് വന്നു. കോൺട്രാക്ട് ഒരു പേപ്പറുമായിട്ടാണ് വന്നത്. സീനെ കാണിച്ചു, പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് സിക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് സി എന്നോട് പറഞ്ഞു, എടാ അവർക്ക് പെർമിഷൻ പേപ്പർ ഉണ്ട്, അവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞു, അവർ കുഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് പെർമിഷൻ്റെ പേപ്പർ ആണെങ്കിൽ അവർ പണത്തോട്ടെ, പക്ഷേ മാനദണ്ഡങ്ങൾ പാലിക്കണം. അയാളോട് ചോദിച്ചു നോക്കിയത് പെർമിഷൻ്റെ പേപ്പറാണോ എന്നുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞത് എസ്റ്റിമേറ്റിൻ്റെ പേപ്പറാണെന്ന്. അങ്ങനെ തന്നെ ആ പേപ്പർ ഒരു കുത്ത് പേപ്പർ എടുത്ത് അയാൾ വലിച്ചെറിയും. അതിനുശേഷം ആ കുഴി മൂടുകയും ചെയ്തു. എൻ്റെ ഭാവത്തിൽ 2-3 ദിവസം അവിടെ കുഴിക്കുന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടും അറിയാമായിരുന്നു. 2-3 ദിവസത്തിന് ശേഷം എൻ്റെ ഭാവത്തിൽ അവിടെ വീണ്ടും കുഴിക്കുകയും ഈ കുഴിയിൽ വീണ് പറവൂർ സ്വദേശിയായിട്ടുള്ള യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുഴിയിൽ വീഴുകയും പിന്നിൽ വന്ന് ടിപ്പർ ലോറി കയറി മരണപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നാണ് വീണ്ടും ഞാൻ ഹൈക്കോടതിയെ സമീപിച്ച് ഒരു പൊതു താൽപ്പര്യ ഫയൽ ചെയ്തത്. 3 വക്കീലന്മാരടങ്ങുന്ന അമിക്കസ് കുറിയെ ആണ് ഈ കേസിന് അന്വേഷണം നടത്തിയതും. അതിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ട്. ഭാവിയിൽ കുഴികൾ മൂലമുണ്ടെന്ന എല്ലാ അപകടങ്ങളും മനുഷ്യനിർമ്മിതമാണെന്നും ഇത്തരം കുഴികളിൽ വീണ് ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ ആ റോഡിൻ്റെ ഉടമസ്ഥനെയോ കോൺട്രാക്ടറെ പ്രതികൾക്ക് കേസ് എടുക്കാമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഒരു വിധിയുണ്ട്. അതെ. അപ്പം അതുപോലെ തന്നെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അത് കോടതിയിൽ ഫയൽ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം നമ്മളൊക്കെ കാണുന്നുണ്ട്, പ്രതികരിക്കണം എന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാറില്ല, മിണ്ടാതിരിക്കുന്നു? എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനൊരു കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത്? ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം മലമ്പുഴ ഡാം സന്ദർശിക്കാൻ പോയി. പോണ വഴിയിൽ ഒരു ലൂണ TVS 50 വണ്ടി കിടക്കുന്നു, ഒരാൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ വണ്ടി നിർത്താൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി. വെറുതെ വയ്യാവലി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് പോവുകയും ചെയ്തു. പക്ഷെ എൻ്റെ ഉള്ളിൽ അത് രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കിയപ്പോൾ കാണാൻ 6 മണിക്കൂർ ചോരയിൽ കുളിച്ച് കിടന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പിറ്റേ ദിവസം പത്രവാർത്ത കണ്ടപ്പോൾ എനിക്ക് സ്വയം തോന്നി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഞാൻ ഉത്തരവാദിയല്ലേ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പിന്നീട് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എവിടെ റോഡ് അപകടങ്ങൾ കണ്ടാലും ഞാൻ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ എൻ്റെ എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ജോലിക്ക് പോകാറുള്ളൂ. എത്ര വിലപ്പെട്ട സമയമാണെങ്കിലും ഞാൻ അതിനു വേണ്ടി ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കിട്ടുന്നത് എനിക്കായിരുന്നു. ഇതുവരെ ഏകദേശം 32ഓളം ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇത്തരം കാര്യങ്ങളാണ് ഇതുപോലെയുള്ള കേസുകൾ ഫയൽ ചെയ്യാനും ഇതുപോലെയുള്ള പൊതുപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാനും പ്രചോദനമായിട്ടുള്ളത്. അത് ഇനിയും ഞാൻ പോവുകയും ചെയ്യും. ഏത് സമയത്തായിരുന്നു ഈ ഒരു അപകടം അങ്ങയുടെ മുമ്പിൽ കണ്ടത്? അത് 2009 ഒരിക്കലും ഞാൻ മറക്കില്ല. 2009 ശേഷമാണ് ഞാൻ ഇതുപോലെയുള്ള കൂടുതലും ആക്റ്റീവായിട്ട് ഞാൻ ഇറങ്ങുന്നത്.
അന്നൊന്നും സോഷ്യൽ മീഡിയ അത്രയും പ്രചാരത്തിൽ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പിന്നെ ഏറ്റവും മനസ്സിന് വിഷമമുണ്ടാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു സ്വകാര്യ ചാനലിലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചേർത്തല വെച്ച് എനിക്കൊരു വലിയ അപകടം സംഭവിച്ചു, കാർ അപകടം. ഈ അപകടം സംഭവിച്ചിട്ട് പോലീസ് എത്തി കാറ് വെട്ടിപ്പൊളിച്ചിട്ടാണ് ചേർത്തലയിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഗുരുതരമായിട്ടുള്ള അപകടം. ഏകദേശം 27 എല്ലുകൾ ഒടിഞ്ഞ് അതിന് മാത്രം ഇഞ്ചുറി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സീനിയർ നഴ്സ് എന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു CA ആയിരുന്നു അന്ന് ചേർത്തല ഉണ്ടായിരുന്നത്, VS നവാസ്. അദ്ദേഹം ഇപ്പോൾ DYSP ആയിട്ട് റിട്ടയർഡ് ചെയ്തിരുന്നു. അദ്ദേഹം അവിടുത്തെ SIനോട് വിളിച്ചു പറഞ്ഞു, അവൻ എന്ത് എക്സ്പെൻസ് വന്നാലും അത് ഞാൻ വരുന്നവരെ നിങ്ങൾ നോക്കിക്കൊള്ളണം, എത്ര രൂപയാണെങ്കിലും ഞാൻ ചിലവാക്കിക്കൊള്ളാം, അവനൊന്നും സംഭവിക്കരുത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു SIയും ഒരു പോലീസുകാരനും അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. ഈ സമയത്താണ് സാറേ ബ്ലീഡിങ് ഉണ്ട് ഭയങ്കരമായിട്ട്, പെട്ടെന്ന് സ്കാൻ ചെയ്യണം, എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് പറയുന്നത് ലൈവ് ഞാൻ കേൾക്കുകയാണ്. പോലീസുകാർ പലതും പറയും, പേയ്മെൻ്റ് അടച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് തുടർന്നാൽ മതിയെന്ന്. അപ്പോൾ ഏകദേശം ഇവർ വരുന്ന ഒരു 2.5 മണിക്കൂർ അത്രയും പെയിൻഫുള്ളായിട്ട് ഞാൻ ആ കാഷ്വാലിറ്റിയിൽ അവിടെ തന്നെ കിടന്നു. വേറെ ഒരു ട്രീറ്റ്മെൻറ്റും നടന്നില്ല. ഞാൻ ഇവർ വന്നതിന് ശേഷം പെട്ടെന്ന് സ്കാൻ ചെയ്യും, ഒരു 60,000 രൂപയുടെ ബില്ല് 1 മണിക്കൂർ കൊണ്ട് അടിച്ച് കയ്യിൽ തരുകയും ചെയ്തു. അവിടെ നിന്ന് തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ആ ഒരു സമയം കൊണ്ട് തന്നെ മാറ്റുകയും ചെയ്തു. സോ ഇവിടെ നടക്കുന്ന മരണങ്ങളെല്ലാം തന്നെ, ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന അൺനോൺ പേഴ്സൺ ആണെങ്കിൽ അയാൾ മരണപ്പെട്ടിരിക്കും. ഇതേപോലെയാണ് ഓരോ ഹോസ്പിറ്റലിൻ്റെ പെരുമാറ്റം. അപ്പം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. കാരണം ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നാടാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ്, ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരാളുടെ ജീവന് ഭീഷണി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങേക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ? സ്വാഭാവികമായിട്ട് ഇത് ഗവൺമെന്റിന്റെ പോലീസുകാർക്ക് എല്ലാവർക്കും എതിരാണല്ലോ. തീർച്ചയായിട്ടും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഭീഷണികൾക്ക് ഞാൻ അടിമപ്പെടാറില്ല. കാരണം മരണം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. പക്ഷേ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ അവരുടെ ഒരു നേരത്തെ പ്രാർത്ഥന മതി. ഇനി ഇവരെന്ത് കാണിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൽ ഞാൻ അങ്ങനെയുള്ള കാര്യത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി. ഇത്രയും സമയം, അതും അങ്ങേക്ക് ഇനിയും തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ, അതൊക്കെ വിജയത്തിലെത്തട്ടെ എന്ന് പറയുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.